ഹായ്. തക്കാളി കൊണ്ട് ഒരു മോരുകറി ഉണ്ടാക്കാം. അതിനാദ്യം തക്കാളിയൊക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഞാൻ വരാം. തക്കാളി മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒന്ന് കടുക് താളിക്കണം. ആദ്യം നമുക്കതാണ് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വറ്റൽ മുളക് ഒരു 2 ഇട്ടു. ഒരു ശകല ഉലുവ ഒരു 1/4 ടീസ്പൂൺ മതി. കറിവേപ്പില നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇടേണ്ടത് സവാള. ഇതിൻ്റെ ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ അളവ് കുറവാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഒരു മീഡിയം സൈസ് സവാള, 2 തക്കാളിയല്ലേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു വലിയ കഷ്ണം 2 വെളുത്തുള്ളി. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റണം. ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് വഴറ്റണം. ഇത് ഒന്ന് വാടിയിട്ടുണ്ട്, കണ്ടോ? ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടണം. ഒരു മീഡിയം സൈസ് 2 തക്കാളിയായിരുന്നു ഞാൻ എടുത്തിരുന്നത്. തക്കാളി മുന്നിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം. ടൊമാറ്റോ കഷ്ണങ്ങൾ ഇത്രയും ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്, കണ്ടോ? ഇത്ര ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാല്. ഒരു ഗ്ലാസ് തേങ്ങാപ്പാല് ചേർക്കണം. കട്ടി കുറവ് മതി. ഇച്ചിരി വെള്ളം ചേർത്തങ്ങ് നമ്മൾ തേങ്ങ അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്ത് കിടന്ന് തക്കാളി ഒന്ന് വേവണം. ഇന്ന് വെന്ത് വരട്ടെ. വെന്ത് കുറുകി ഒന്ന് വരണം. ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതൊന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചൊക്കെ തിളപ്പിക്കുമല്ലായിരുന്നു. അതങ്ങ് വെന്ത് നന്നായിട്ടങ്ങ് കുറുകി, കണ്ടോ? ഇത്രയും കുറുകി കഴിയുമ്പോൾ നമുക്കിതൊന്ന് ആറാൻ വെക്കണം. ആറിയതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് തൈര് ചേർക്കണം. കട്ട തൈരുണ്ടെങ്കിൽ അത് നല്ലത്. എനിക്ക് അത്ര കട്ടയല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. നല്ല കട്ട തൈരുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം അത് ഒന്നുകൂടെ കൊഴുപ്പ് കിട്ടും. നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ തൈര് ചേർക്കാവൂ. ഇനി നമുക്ക് ഇതിനകത്ത് കടുക് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യമേ താളിച്ചല്ലോ. അതുകൊണ്ട് ഇനി തളിക്കണ്ട. ഇത് തേങ്ങാപ്പാലും തൈരും ഒക്കെ കൂടെ ചേർന്ന കറിയായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിനകത്ത് ഒഴിച്ച് കൂട്ടി ചോറുണ്ണാൻ നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പം ഞാനിത് ആറിയിട്ട് തൈര് ഒഴിക്കുന്ന കാണിക്കാം. നമ്മുടെ കറി ആറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ഒഴിക്കണം. നമുക്ക് ഒഴിച്ചു കൂട്ടാനായതുകൊണ്ട് ഇച്ചിരി തൈര് കൂടി നിൽക്കണം. ബാക്കി ഇച്ചിരി ഉണ്ടായിരുന്ന തൈരൂടെ ഒഴിച്ചു. കണ്ടോ? അത് അടിപൊളിയല്ലേ?
ഇനിയിപ്പം ഞാൻ കഴിക്കാൻ പോവാണേ. എന്താ ഇതിൻ്റെ കൂടെ